അപ്പോൾ ഹലോ ഗൈസ്, ഞാനിന്ന് മൈൻക്രാഫ്റ്റിൽ ഒരു ഓട്ടോമാറ്റിക് സ്റ്റെയർസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുകൊണ്ട് മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റെയർസ് എടുക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, സ്റ്റിക്കി പിസ്റ്റൻസ് വേണം, റിപ്പയർ ഹുക്സ് വേണം. പിന്നെ നമുക്ക് ഒരു റെസ്റ്റോൺ ലാമ്പ് വേണം. അതുപോലെ ഇനി നമുക്ക് സ്ട്രിങ്ങും കൂടെ ആവശ്യമാണ്. ഇതിപ്പോൾ ഇഷ്ടമുള്ള ബ്ലോക്ക് എടുത്ത് ഔട്ട്ലൈൻ ഇടാം. ഞാനിപ്പോൾ ബ്ലോക്ക് ഓഫ് അമത്തിസ്റ്റ് എടുത്തേക്കുന്നത്. ഇങ്ങനെ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ അടിപൊളി. ഞാൻ ഓളം പിടിച്ച് കേൾപ്പിക്കാം. അതുപോലെ അടിപൊളി സൗണ്ടാണ്. അപ്പോൾ നമുക്കിനി അത് ബിൽഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അമത്തിസ്റ്റ് ബ്ലോക്കിലോട്ട് പിസ്റ്റൺ വെക്കണം. അപ്പോൾ അത് ഫുള്ള് പിസ്റ്റൺ വെക്കാൻ പോവാണ്. അങ്ങനെ പിസ്റ്റൺസ് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പിസ്റ്റൺ വെക്കണം. നമ്മളങ്ങനെ പിസ്റ്റൺ വെച്ചതിന് ശേഷം ഈ പിസ്റ്റണിലോട്ട് നമുക്ക് സ്റ്റെയർസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ നേരെ നമുക്ക് കയറാൻ പറ്റുന്ന സൈസ് സ്റ്റെയർസ് വേണം വെക്കാൻ. എന്നാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നല്ല രസമാണ്, ഉണ്ടാക്കിയതിന് ശേഷം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇടുന്നുണ്ട്. മാക്സിമം സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലും ഇനി ഇതുപോലത്തെ വീഡിയോസ് വരത്തുള്ളൂ. ഓക്കെ, നമ്മളിതുപോലെ സ്റ്റെയർ സൈസ് വെച്ചതിന് ശേഷം നമ്മളെന്താ വെച്ചാൽ ഈ ഒരു റെസ്റ്റോൺ ലാമ്പ് എടുത്തിട്ട് പിസ്റ്റൻ്റെ മുകളിലൂടെ വെക്കണം. ഓൾ പിസ്റ്റൻസ്, എല്ലാ പിസ്റ്റൻ്റെ മുകളിലോട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. പിസ്റ്റൻസിൻ്റെ എല്ലാം മുകളിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി പറയുന്ന പോലെ തന്നെ വെച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ റെസ്റ്റോൺ ലാമ്പിലോട്ട് ട്രിപ്പ് വയർ ഹുക്ക് വെക്കണം. അതും എല്ലാ റെസ്റ്റോൺ ലാമ്പിലോട്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇവിടുന്ന് ഒരൊറ്റ ബ്ലോക്ക് മുകളിലോട്ട് ഈ സ്റ്റെയർ കേസിൽ നിന്ന് 1 2 ഈ 2 ബ്ലോക്കിൻ്റെ അപ്പുറത്ത് സ്റ്റെയർ കേസ് വെക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊരു ഔട്ട്ലൈൻ ഒന്നും കൂടെ വരക്കണം. ഇവിടെ ഞാനൊരു പിസ്റ്റൺ വെക്കുന്നുണ്ട്. ഇങ്ങനെയല്ല ഇരിക്കേണ്ട പിസ്റ്റൺ, ഇതുപോലെ ഇരിക്കണ്ടേ. പിന്നെ നമ്മൾ അപ്പുറത്ത് ഇത് സെയിം പരിപാടി തന്നെ ഇവിടോട്ട് ഔട്ട്ലൈൻ ചെയ്യും. എത്ര വേണം നമുക്കിങ്ങനെ സ്റ്റെയർസ് പോലെ മേളിലോട്ട് വെച്ചുകൊണ്ട് പോവാം. നമുക്കിങ്ങനെ മേളിലോട്ട് ഒരേ അളവിൽ ഇവിടുത്തെ സെയിം അളവിൽ തന്നെ നിർത്തണം. എന്നാലേ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം സെയിം അളവായോ നോക്കാം. ഇല്ല, 2 ബ്ലോക്കും കൂടിയാന്ന് തോന്നുന്നു. ഇപ്പം ഏകദേശം ഞാൻ ഒരെണ്ണം കൂടെ എടുക്കുന്നു. ശരിയാണെന്ന് പറയത്തില്ല. ഇനി ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ എഡ്ജിലായിട്ട് ഇങ്ങനെ പിസ്റ്റൺ വെച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഇനി സെയിം ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ ഇതുപോലെ സ്റ്റെയർ കേസ് വെച്ചോണ്ട് കൊടുക്കുക. നമുക്ക് മേള് വരെ ഇത് തന്നെ ചെയ്തുകൊണ്ട് പോകണം. വെക്കാനും പറ്റുന്നില്ല. ശ്രദ്ധിച്ച് വെച്ചില്ല, ഇത് താഴത്തെ സ്ലാബാവും. നമുക്ക് ഇതുപോലെ കയറുന്ന സ്ലാബല്ല, സ്റ്റെയർസ് ആവും. അപ്പം ഇതുപോലെ വെക്കാം. അത് ഞാൻ തെറ്റി. ഇതുപോലെ തന്നെ വെക്കണം, എന്നാലും ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ വരെ വെച്ചിട്ടുണ്ട്. ഇനി സെയിമായിട്ട് നമ്മളിപ്പുറത്ത് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് സെയിമായിട്ട് റെസ്റ്റോണ് ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറിൻ്റെ ലാമ്പ് അടുക്കി വെച്ചുകൊണ്ടിരിക്കാം. സെയിം റിപ്പയർ ഹുക്കും വെച്ചോണ്ടിരിക്കുക. റിപ്പയർ ഹുക്ക് വെച്ചു. ഇപ്പം ഇങ്ങനെ കണ്ടിരിക്കുന്നത്.
ഇനി സ്ട്രിങ് എടുത്തിട്ട് ട്രിപ്പിൾ ഹുക്കിലോട്ട് പോകാം. അത് ശ്രദ്ധിച്ച് വെക്കണം. ഈ സൈഡിലോട്ടൊന്നും ആവരുത്, നേരെ തന്നെ ഇരിക്കണം. ഓക്കെ, ഇനി സെയിം ഇപ്പുറവശത്തും കൂടി ഇതിനെ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്നും അങ്ങനെ ആവും, അത് ഇപ്പം നോക്കണ്ട. ഇനി ഇതൊന്ന് ഫിറ്റ് ചെയ്യാം, ഇതൊന്ന് ഫിറ്റ് ചെയ്യാം, ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. തിരിച്ച് വെക്കാം, ഇവിടെ ഇത് വെക്കാം. ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം, ഒരു കണക്ഷൻ അങ്ങോട്ട് രൂപീകരിക്കണം. ഇനി ഇവിടെ വെക്കാം. കറക്റ്റ് സ്ഥലത്തല്ല ഫിറ്റ് ആകുന്നത്. ഓക്കെ, അത് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്, നമ്മുടെ സ്റ്റെപ്പ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് കയറി നോക്കാം. അയ്യോ, ഞാൻ ഒരു സാധനം പൊട്ടിച്ച്. കുഴപ്പമില്ല, ഇങ്ങനത്തെ സെറ്റൊക്കെ ആർക്കും പറ്റും. പിസ്റ്റണ് ഒരിത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി സ്ട്രിങ്ങിലോട്ട് കയറി പോകുമ്പോഴും നമ്മളിങ്ങനെ ഇത് അതിലോട്ട് പൊക്കി വിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറുമ്പോൾ സ്ട്രിങ് കയറുമ്പോൾ ലൈറ്റ് അതുപോലെ ഓപ്പൺ ആവും. നമുക്കിങ്ങനെ നമ്മൾ കയറുന്നത് ഈ ഹോൾ വഴിയാണെങ്കിലും നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ മേടിൽ ചെല്ലുന്നതായിരിക്കും. കാരണം നമ്മൾ ഇറങ്ങുമ്പോഴാണെങ്കിൽ ലൈറ്റ് അയ്യോ ഇടയ്ക്ക് താഴെ പോവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് സാധാ പോലെ സ്റ്റെയർകേസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോ ആക്കി വെക്കുക. അപ്പോൾ ബൈ.